ഹായ്, ഇന്ന് വന്നിട്ടുള്ളത് സ്കൂളിലേക്ക് മക്കൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി ലെമൺ റൈസ് ആക്കുന്ന വീഡിയോ ആണ്. ആദ്യം നമ്മളൊരു തവ വെച്ചതിന് ശേഷം അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് 1 സ്പൂൺ കടുകും. കടുക് ഇട്ടതിന് ശേഷം ബാക്കി എല്ലാ സാധനങ്ങളും വേഗം ഇടണം, അല്ലെങ്കിൽ കടുക് കരിഞ്ഞു പോകും. പിന്നെ രണ്ടാമത് ഇടുന്നത് 1 സ്പൂൺ ഉഴുന്നും പരിപ്പും, പിന്നെ 1 സ്പൂൺ കടലക്കപ്പരിപ്പും. ഇത് നല്ല ബ്രൗൺ കളറായി വന്നതിന് ശേഷം 2 കായ്മുളകും, പിന്നെ ഒരു പച്ചമുളകും മുറിച്ചിട്ട്, പിന്നെ ഞാൻ 3 തണ്ട് കറിവേപ്പിലയും ഇതിലിട്ടു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ആവശ്യത്തിന് നമ്മളെ റൈസിന് വേണ്ട കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ടാമത് ചെയ്യുന്നത്, പിന്നെ ഇത് നമ്മളെ ലെമൺ 1 ലെമണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ച് റൈസേ ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മളെ റൈസിനനുസരിച്ചിട്ട് നമുക്ക് ലെമൺ കൂട്ടാം. പിന്നെ ഇതിന് നമ്മൾ എന്താ പറയേണ്ട, പുളിപ്പ് അധികം ഇഷ്ടപ്പെടുമോ മക്കൾ, ഫസ്റ്റ് ടൈം മക്കൾക്ക് ഇതാക്കി കൊടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ 1 ലെമണേ എടുത്തിട്ടുള്ളൂ. അത് തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലെമണിൻ്റെ ജ്യൂസ് ഉപയോഗിക്കാം. ഗ്യാസ് കത്തിച്ചതിന് ശേഷം നമ്മൾ ഒഴിച്ചാൽ ഇത് ചെറിയൊരു കയ്പ്പടിക്കും. ആ കയ്പ്പടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഓഫ് ചെയ്തതിന് ശേഷം ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ ഇവിടെ റൈസ് വേവിച്ച് വെച്ചു. നല്ലോണം പിന്നെ എന്താ വേണ്ട, വേവിച്ച് നല്ലോണം റൈസ് തണുക്കണം, അല്ലെങ്കിൽ കുഴഞ്ഞ പോലെയാവും. ഇതിലേക്ക് നമ്മൾ ഇത് മിക്സിലേക്ക് ഇടുമ്പോൾ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചു. പിന്നെ നല്ലോണം തണുത്തതിന് ശേഷമാണ് പിന്നെ ഗ്യാസ് കത്തിച്ചിട്ട് പിന്നെ ഇതിലെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. നല്ലോണം മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത് നമ്മൾ ചെയ്തത് ലഞ്ച് ബോക്സിലേക്ക് ആക്കുകയാണ് ചെയ്തത്. ലഞ്ച് ബോക്സിലേക്ക് പിന്നെ ഇതിന് സൈഡായിട്ട് കൊടുക്കുന്നത് ഇതാണ് പൊട്ടറ്റോ ഫ്രൈ ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. രാവിലെ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. പിന്നെ ഇത് ചെയ്യുമ്പോഴുള്ള വോയിസ് കൊടുക്കാത്തത്, ഇവിടെ ചെറിയ മോന് TV വെച്ച് കൊടുത്തതിൻ്റെ സൗണ്ടെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് അന്ന് വോയിസ് അന്നേരം കൊടുക്കാണ്ട് പിന്നെ കൊടുക്കുന്നത്. പിന്നെ സൈഡായി പൊട്ടറ്റോ ഫ്രൈയും, പിന്നെ നാരങ്ങ, ഒരാൾക്ക് നാരങ്ങ അച്ചാർ വേണ്ട, അതിന് മതിൽ പിന്നെ ഉപ്പിലിട്ട മാങ്ങയും, പിന്നെ ഇതും പൊട്ടറ്റോ ഫ്രൈ ആണ് കൊടുത്തത്. ഞാൻ ചോദിച്ചു ഉപ്പിലിട്ട മാങ്ങയിൽ ഇഷ്ടപ്പെടുമോ, അവർക്ക് പിന്നെ മാങ്ങ കണ്ടാൽ മോക്ക് അത് തന്നെ മതി. പിന്നെ സാലഡായിട്ടൊന്നും കൊടുത്തില്ല. ഉച്ചയാകുമ്പോഴത്തേക്ക് തൈരെല്ലാം വെള്ളം പോലെ ആയിപ്പോവില്ല, അതുകൊണ്ട് സാലഡ് അങ്ങനെ കൊടുക്കലില്ല. പിന്നെ കൊടുത്തത് സോയാബീൻ വറുത്തതാണ്. നല്ലോണം ക്രിസ്പി പോലെ വറുത്തെടുക്കണം, അവർക്ക് അതാണ് ഇഷ്ടം. അത് ലഞ്ചിലിട്ടില്ല, നമ്മൾ വേറൊരു ടിഫിൻ ബോക്സിലേക്കാണ് ആക്കിയത്. കാരണം ഉച്ചയാകുമ്പോഴത്തേക്ക് ഇത് എന്താ പറയുക, സോയാബീൻ പുതിർന്നു പോകുമല്ലോ. ആദ്യം വേറൊരു ടിഫിൻ ബോക്സ്, നല്ലോണം കറി കൊണ്ടുപോകുന്ന ടിഫിൻ ബോക്സ്, അത് നല്ലോണം തുടച്ചതിന് ശേഷം അതിലേക്ക് സോയാബീൻ വറുത്തത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇവർക്ക് പൊതുവേ ഉപ്മാവിലെല്ലാം ഇടുന്ന ഉഴുന്നും പരിപ്പൊന്നും ഇഷ്ടമല്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ആക്കി കൊടുത്തത്. ഇനി എങ്ങനെയാണ്, ഇഷ്ടപ്പെടുമായിരിക്കും. സ്കൂളിൽ നിന്ന് എന്തായാലും ഭക്ഷണം കഴിക്കണം, ഫുൾ ചാടാനൊന്നും വിടില്ല.